الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. قل إن الموت الذي تفرون منه فإنه ملاقيكم، ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. اتقوا الله عباد الله، ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു മടക്കമുണ്ട്. എല്ലാവർക്കും ഒരു മടക്കമുണ്ട്. ഈ ദുനിയാവിലേക്ക് വന്നവര് മുഴുവനും മടങ്ങിപ്പോകേണ്ടവരാണ്. ആ മടക്കത്തിന് ശേഷം അവർക്ക് വിചാരണയുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഗാശിയിൽ 25-26 ആയത്തുകൾ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, ഇന്ന ഇലൈനാ ഇയാബഹും ثم إن علينا حسابهم. ഇന്ന ഇലൈനാ ഇയാബഹും, നിശ്ചയമായും അള്ളാഹു പറയണം, നമ്മളിലേക്ക് തന്നെയാണ് അവരുടെ മടക്കം എന്നാണ്. അള്ളാഹുവിലേക്കാണ് മടങ്ങാനുള്ളത്. എത്ര ആസ്വാദനത്തിന്റെ ലോകത്ത് ജീവിച്ചാലും, എത്ര പ്രയാസത്തിന്റെ കാഠിന്യതയിൽ മുങ്ങി ജീവിച്ചാലും ശരി, ഒടുക്കം ഒരു മടക്കമുണ്ട്. അത് റബ്ബിങ്കിലേക്കാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്നറിയോ? സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, പിന്നെ നമ്മുടെ മേൽ തന്നെയാണ് നമ്മുടെ മേൽ ബാധ്യതയാണ് അവരുടെ വിചാരണ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, വിചാരണ എന്തുമായി ബന്ധപ്പെട്ടാണ്? എന്തിനാണ് അല്ലാഹു വിചാരണ ചെയ്യുന്നത്? എന്തിനെ കുറിച്ചാണ്? ഈ ദുനിയാവിലെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് വിചാരണ. ജനിച്ചിട്ട് മരിക്കുന്നതുവരെ നാം ജീവിച്ച ഈ ലോകത്തെ നമ്മുടെ പ്രവർത്തനങ്ങളിലെ ഖൈറും ശർറും, വിശിഷ്യ ശർറുകൾ, അത് മനുഷ്യന്റെ മുന്നിൽ പ്രതികൂലമായി വരുന്നൊരു കാലഘട്ടം റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 281-ാമത്തെ ആയത്ത്, അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് ഏറ്റവും വലിയ ആയത്ത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊൻ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നതായ ഒരു ദിവസത്തെ സൂക്ഷിച്ചു ജീവിക്കുവിനാണ്. ഏത് ദിവസവും ഏത് സമയവും അത്തരമൊരു മടക്കത്തിന്റെ സന്ദർഭമുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് ആ ആയത്തിന്റെ ബാക്കി അല്ലാഹു പറയുന്നത് അറിയോ? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂന. പിന്നീട് ഓരോ വ്യക്തിക്കും, എനിക്കും നിങ്ങൾക്കും, ബാപ്പയ്ക്കും ഉമ്മയ്ക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും, ഇണകൾക്ക്, തുണകൾക്ക്, മക്കൾക്ക്, ഓരോരുത്തർക്കും അവർ സമ്പാദിച്ചതെന്തോ ഖൈറാണെങ്കിൽ മിൻ ഖൈരിൻ ഔ ശർരിൻ എന്നാണ്. അവരുടെ ഖൈറിൽ നിന്നാകട്ടെ അവരുടെ ഷർറിൽ നിന്നാകട്ടെ അത് അല്ലാഹു തആല നിറവേറ്റി കൊടുക്കപ്പെടുന്നതാണ്. അവരോട് ഒരു തരിമ്പും അല്ലാഹു തആല അനീതി കാണിക്കുന്നതല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വല്ലാത്തൊരു ഓഫറാണ്. നന്മ ചെയ്യാനുള്ള വാഗ്ദാനവും
പ്രിയമുള്ളവരെ, തിന്മ ചെയ്യുന്നവർക്കുള്ള താക്കീതും ഈ ഒരൊറ്റ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിൽ മഹാനായ ലുഖ്മാൻ ലോകത്ത് എത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരാൾ വേറെ ഉണ്ടാവില്ല. അത്രയും വലിയ ചർച്ചയാണ് അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ. അദ്ദേഹം സ്വകാര്യമായി അദ്ദേഹത്തിന്റെ വീടിനകത്ത് പ്രഭാഷണം നടത്തിയതല്ല, ആളുകൾ കാണുക പ്രസംഗിച്ചതല്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചാരത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നൽകുന്ന പ്രസിദ്ധമായ ഉപദേശങ്ങൾ അല്ലാഹു തആല ലോകരുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്താക്കി ഇറക്കുകയും അത് നമ്മളെ കൊണ്ട് പഠിപ്പിക്കുകയും നമുക്കത് പഠിപ്പിച്ചു തരികയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നിടത്ത് ഒരു വാചകം കാണാം. എന്താ വാക്കെന്നറിയോ? യാ ബുനയ്യ يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله. ലുഖ്മാൻ പറഞ്ഞു, എന്റെ പൊന്നുമോനെ, കുഞ്ഞുമോനെ വിളിച്ചിട്ട് ചേർത്തി നിർത്തിയിട്ട് പറയാണ്, അത് ഏത് സംഗതിയും ഖൈറാകട്ടെ ഷർറാകട്ടെ, ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതാണെങ്കിലും ശരി, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, എന്നിട്ടത് ഒരു പാറക്കല്ലിന്റെ ഉള്ളിലോ അഥവാ ശക്തമായ പൊട്ടിയാൽ പൊട്ടിക്കാത്ത ഒരു പാറ, അടിച്ചാൽ പൊട്ടാത്തൊരു പാറ, തഫ്സീറിൽ കാണാം. അത് ഒരു ജബൽ മലയുടെ ഉള്ളിലാണെങ്കിലും ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും മനുഷ്യന്റെ നന്മ അള്ളാഹു കൊണ്ടുവരുന്നത് പോലെ മനുഷ്യരുടെ തിന്മയും അള്ളാഹു തആല കൊണ്ടുവരുമെന്നാണ്. നമ്മൾ ചെയ്ത നന്മയും തിന്മയും അള്ളാന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നതാണ്. ഇത് നമുക്കൊക്കെ ഹിഫ്ളുള്ള രണ്ട് ആയത്തുണ്ട്. എന്തായത്തറിയോ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആര് ഒരു ദർറത്തിന്റെ അത്ര നന്മ ചെയ്തുവോ അതവൻ കാണും. ആര് ഒരു ദർറത്തിന്റെ അത്ര നന്മ ചെയ്തുവോ അതവൻ കാണും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആര് ഒരു ദർറത്തിന്റെ അത്ര തിന്മ ചെയ്തുവോ അതും അവൻ കാണും. വിശുദ്ധ ഖുർആനില് ഈ ആയത്തിന്റെ വിവരണമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങളായ മുഫസ്സിരികൾ വിശദീകരിക്കുന്ന ദർറത്ത് എന്ന് പറഞ്ഞാൽ മാ മഅന ദർറ അന്നംലത്തു സഗീറ, കണ്ണുകൊണ്ട് കാണാൻ പ്രയാസകരമായ കറുത്ത ഒരു കുഞ്ഞനുറുമ്പെന്നാണ് ദർറത്തിന്റെ മഅന. അത്ര നന്മ ചെയ്താലും അത് അല്ലാഹു കൊണ്ടുവരും, അത്ര തിന്മ ചെയ്താലും അത് അല്ലാഹു കൊണ്ടുവരും. അതിനാൽ മടങ്ങാനുള്ള മാർഗം ശരിയാക്കണം, മടക്കത്തിന്റെ മാർഗം ശരിയാക്കണം. അത് അല്ലാഹു തആല പറഞ്ഞു, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബാ ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. റൂഹ് അതുപോലെ ആ മലക്കുകളും സ്വഫായി നിൽക്കുന്ന ഒരു ദിവസം. അന്നവര് സംസാരിക്കില്ല. റഹ്മാനായുള്ളവൻ അല്ലാഹു തആല ആർക്ക് അനുവാദം നൽകുകയും അയാൾ സവാബ് ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നു അവനല്ലാതെ മറ്റൊരാളും അന്ന് സംസാരിക്കൂല. എന്നിട്ട് അല്ലാഹു പറയാണ്, ദാലികൽ യൗമുൽ ഹഖ്. അതാണ് യഥാർത്ഥമായ ദിവസം. സത്യത്തിൽ യാഥാർത്ഥ്യത്തിന്റെ ദിവസം അതാണ്. നമ്മളിപ്പോ ജീവിക്കുന്ന ദിവസമല്ല ശരിക്കും റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ലോകമാണ് റിയാലിറ്റി. ശരിക്കും ശ്രദ്ധിക്കണം, ഉറങ്ങരുതിട്ടോ, ഒരു സെക്കൻഡ് കണ്ണ് പാടരുത്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകമല്ല റിയാലിറ്റി. പിന്നെ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോയാൽ പിന്നീട് നമ്മൾ ചെന്ന് ചേരുന്ന ഒരു ലോകമുണ്ട്, അതാണ് യാഥാർത്ഥ്യം. ദാലികൽ യൗമുൽ ഹഖ്. അതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് അല്ലാഹു പറയുന്ന വാക്കെന്തറിയോ? ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി മആബ. പൊരണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തോ, കച്ചവടം ഡെവലപ്പ് വേണ്ടി പണിയെടുത്തോ, കുടുംബജീവിതം നന്നാക്കാൻ വേണ്ടി പണിയെടുത്തോ, ഇതൊക്കെ പ്രധാനമാണ്. ഇതൊന്നും അപ്രധാനങ്ങളല്ല. എന്നാൽ അല്ലാഹു ഇവിടെ പറയുന്നത്, അതിനാൽ ആര് വേണമെന്ന് ഉദ്ദേശിക്കുന്നുവോ, ഒറിജിനൽ യഥാർത്ഥ ദിവസം അതാഗ്രഹിക്കുന്നുവോ, അവൻ തന്റെ റബ്ബിങ്കിലേക്കുള്ള മടക്കസ്ഥാനം, മടക്കത്തിന്റെ മാർഗം സ്വീകരിക്കട്ടെ. അതിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം
ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. അൽ അഅ്മാലു സ്വാലിഹ, ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ അഅ്മാലു സ്വാലിഹ, സ്വാലിഹായ സൽക്കർമ്മങ്ങളാണ്. പ്രിയമുള്ളവരെ, അതിനാൽ ആരെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന്റെ മാർഗം സ്വീകരിക്കട്ടെ എന്നാണ്. പ്രിയമുള്ളവരെ, ആ ഒരു യാഥാർത്ഥ്യമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണമെന്ന് പറയുന്നത്. മരണം അതാണ്. കണ്ടാൽ അറക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേട്ടാൽ താല്പര്യമില്ലാത്ത ഒന്ന്, ആഗ്രഹമില്ലാത്ത ഒന്ന്. യാത്രയിൽ, ജോലിയിൽ, ജീവിതത്തിൽ, കച്ചവടത്തിൽ, കൃഷിയിൽ, കുടുംബജീവിതത്തിൽ, ദാമ്പത്യത്തിൽ, എന്തിന് ഭക്ഷണം കഴിക്കുന്നിടത്ത് വരെ പോലും ചോദിക്കാതെ, പറയാതെ, അന്വേഷിക്കാതെ കടന്നു വരുന്ന മരണം അല്ലാഹുവിന്റെ നിശ്ചയമാണത്. ശരിക്കും സത്യം പറഞ്ഞാല് അല്ലാഹു ഞങ്ങളോട് പറയട്ടെ, ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യത്തെ പറ്റി അശ്രദ്ധരാണ് പലപ്പോഴും നമ്മളെല്ലാവരും. ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യത്തെ പറ്റി തീർത്തും ഉറപ്പുള്ളത്. ഒരു പക്ഷെ വൈകുന്നേരത്ത് നമ്മൾ ഭക്ഷണം കഴിക്കൂലെന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിക്കും. പക്ഷെ വൈകുന്നേരം നമ്മൾ ആകൂല്ലെന്ന് ചോദിച്ചാൽ വൈകുന്നേരം ആകണ്ടേ ഭക്ഷണം കഴിക്കണമെങ്കിൽ? അതുവരെ ആകൂ, അവിടെ എത്തുമോ? ഈ ളുഹ്റി ജുമാ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങോ? ഉറപ്പുണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഉറപ്പില്ല. പക്ഷെ ഉറപ്പില്ല എന്നുള്ള ഈ ഉറപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും അറിയാം, ഒരു ബോധമല്ല. ഈ യാഥാർത്ഥ്യത്തെ പറ്റി നമുക്കൊരു ധാരണല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോൾ മരിച്ചാലും എവിടെ മരിച്ചാലും ഈമാനോടുകൂടി, തൗഹീദോടുകൂടി നമുക്ക് മരിക്കാനാകണം. നേരായ മാർഗത്തിൽ മരിക്കാനാകണം, സ്വർഗത്തിന്റെ മാർഗത്തിൽ മരിക്കാനാകണം. മഹാനായ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാത്തു വസ്സലാം, മരണം യൂസുഫ് സിദ്ദീഖ് സ്വർഗത്തിന്റെ അഹലുകാരനാണ്, നബിയാണ്, റസൂലാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന എന്താ അറിയോ? എന്താ പ്രാർത്ഥന? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന്. ഈ ആയത്തിന്റെ തഫ്സീറായി 2 തഫ്സീറുകൾ കാണാൻ പറ്റും. രണ്ടും ഒന്നിനോടൊന്ന് ചേർന്നതാണ്. ഇത് യൂസുഫ് നബിയുടെ മാത്രം വിഷയത്തിലാണെങ്കിൽ ഒന്നാമത്തെ തഫ്സീറിലുള്ളത് വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നീ എന്നെ സാലിഹീങ്ങളുടെ കൂട്ടത്തിലാക്കണമെന്ന് പറഞ്ഞാൽ യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹീം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ വ യാഖൂബ്. കാരണം യൂസുഫ് നബിയുടെ പിതാക്കളാണത്. പിതാക്കള് സാലിഹീങ്ങളാണ്, അവര് നബിമാരാണ്, അവര് സദ്വൃത്തരാണ്. എന്നെയും നീ എന്റെ കാരണവന്മാരുടെ പാരമ്പര്യത്തിൽ ചേർക്കണമേ എന്നാണ്. ഇനി അതല്ല വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നത് നമ്മളുമായി ബന്ധപ്പെട്ടെടുത്ത് ഉള്ള ചർച്ചയാണെങ്കിൽ, കോമൺ ആയി ചർച്ചയാണെങ്കിൽ, മഹാനായ ഇബ്നു അബി ഹാത്തിം, അദ്ദേഹം ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി പ്രമുഖ മുഫസ്സിറാണ്, തിൽമീദു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പറയാ യഅനി അഹ്ലൽ ജന്ന, സ്വാലിഹീങ്ങൾ എവിടെയാണ്? സ്വർഗത്തിലാണ്. സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണമേ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴും മരിക്കും എന്നുള്ളതൊരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട്. എന്തെന്നറിയോ? എന്നെ നീ സാലിഹായി മരിപ്പിക്കണേ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്നുള്ളത്. കാരണം എന്താ? മരണം എപ്പോഴും വരുന്നതാണ്. മരണം എപ്പോഴും വരും. ആളുകൾ ഇങ്ങനെ എഴുതി വെക്കും, രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. അത് വായിച്ചിട്ടും എന്റെ ജീവിതം എപ്പോഴും കോമാളിയെ പോലെ തന്നെ, ബോധമില്ലാത്ത ജീവിതം. ശരിക്കും നമ്മൾ ഇതിനെ വിമർശിക്കാൻ വേണ്ടി, മരണമെന്ന വസ്തുതയെ മറക്കാൻ വേണ്ടി, മരണമെന്ന വസ്തുതയുടെ യാഥാർത്ഥ്യത്തിന്റെ ഗൗരവത്തെ ലഘൂകരിക്കാൻ വേണ്ടി മലയാളത്തിൽ പല പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സത്യത്തിൽ എത്ര പദങ്ങൾ ഉപയോഗിച്ചാലും മരണമെന്നത് അങ്ങനെ കനപ്പെട്ട് തന്നെ നിൽക്കും. അത് കനപ്പെട്ട് തന്നെ നിൽക്കും. അതൊരു വല്ലാത്ത വാക്കാണ്. ഈ മരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും വരും, നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ. ഞാൻ പറഞ്ഞല്ല കേട്ടോ, അത് അള്ള പറഞ്ഞതാണ്. സൂറത്ത് ജുമുഅ 62-ാം അധ്യായം 8-ാമത്തെ ആയത്ത്. എന്താ അള്ള പറഞ്ഞറിയോ? ഖുൽ, നബി അവിടുന്ന് പറഞ്ഞു കൊടുക്കാം, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. പറയുക നബി, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ, തീർച്ചയായും നിങ്ങളുമായി അത് കണ്ടുമുട്ടുന്നതാണ്. ദാമ്പത്യ ജീവിതം നിങ്ങൾ അകലാൻ ആഗ്രഹിക്കുന്നത് മരണത്തിൽ നിന്നാണ്.
നിങ്ങളുടെ മക്കളോടൊത്തുള്ള ജീവിതത്തിൽ നിങ്ങൾ അകലാൻ ആഗ്രഹിക്കുന്നത് മരണത്തിൽ നിന്നാണ്. ബിസിനസ് ചെയ്യുന്നിടത്ത് നമ്മൾ ആഗ്രഹിക്കാത്തത് മരണത്തെയാണ്. ജീവിക്കുന്നിടത്ത് പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് മരണത്തെയല്ല. എന്തിന്? മരണവേളയിൽ പോലും ഒരു മനുഷ്യൻ മരിച്ച മനുഷ്യന്റെ മയ്യത്ത് ഖബറടക്കുന്നിടത്ത് പോലും നമ്മൾ അകലാൻ ആഗ്രഹിക്കുന്നത്, ആലോചിക്കാൻ ആഗ്രഹിക്കാത്തത് മരണത്തെക്കുറിച്ചാണ്. മരിച്ച വീട്ടിൽ പോലും മരണത്തെ മറക്കുന്ന മനുഷ്യരാണ്. മരിച്ച വീട്ടിൽ പോലും മരണത്തെ മറക്കുന്നവർ. അല്ലാഹു അക്ബർ. അല്ലാത്തൊരു വിഷയമാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അതിന്റെ ഒരു തഫ്സീർ കാണാം. അല്ലാമ ശൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലളവാഉൽ ബയാൻ അഹ്ലുസുന്നയുടെ മുഫസ്സിറാണ്, ആധുനികനാണ്. അദ്ദേഹം പറയാണ്, മരണത്തിൽ നിന്ന് നിങ്ങൾ അത് ആഗ്രഹിക്കാതെ അഥവാ മരണത്തെ ആഗ്രഹിക്കാതെ ഓടിപ്പോവുകയാണെങ്കിൽ റബ്ബിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതിന്റെ ആശയം അദ്ദേഹം പറയണം, അത് മരണം നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കൂല. അത് നിങ്ങളുമായി അനിവാര്യമായും കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന്. സത്യത്തില് ഈ മിമ്പറിന്റെ താഴെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്താ? അത് തന്നെയാണ്. ഞാനും നിങ്ങൾ എത്ര ഓടിയാലും അവസാനം ചെന്ന് ചാടുന്നത് മരണത്തിലേക്ക് തന്നെയാണ്. അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിക്കും, ഓട്ടൊന്ന് ക്രമീകരിച്ചാല് സ്കൂളിൽ കുട്ടികൾ ഓടുമ്പോൾ ചിലപ്പോൾ തലരിഞ്ഞ് ഓടുന്നവരൊക്കെ ഉണ്ടാവും. ടീച്ചർമാര് പിടിച്ചിട്ട് നേരെ ഓടിക്കും. ഈ നേരെ ഓടാൻ ശീലിച്ചാൽ അൽഹംദുലില്ലാഹ് 2 കൈ നീട്ടി നമുക്ക് സമാധാനത്തിൽ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ തല തിരിഞ്ഞോടിയാലോ അത് വരുമ്പോ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. വല്ലാഹി ഞങ്ങളോട് ഒരു കാര്യം പറയട്ടെ, പങ്കുവെക്കട്ടെ. സത്യത്തിൽ ഈ മിമ്പറിന്റെ താഴെ ഇരിക്കുന്ന ഈ സമയത്ത് പോലും നമ്മുടെ മനസ്സിൽ തീരെ ആഗ്രഹിക്കാത്തതും ചർച്ച ചെയ്യാൻ തൃപ്തിപ്പെടാത്തതും ആലോചിക്കാത്തതും മരണമാണ്. ആർക്കും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണത്. മരണം എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലാത്തത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്ന അല്ലാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ അറാദല്ലാഹു ഖബ്ദ അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ബിഹാ ഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ ഒരിടത്ത് വെച്ച് പിടികൂടണം, അവന്റെ അജൽ നിശ്ചയിച്ചു മരിപ്പിക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ ആ നാട്ടിൽ അവനൊരാവശ്യം അല്ലാഹു നിശ്ചയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിടത്ത് വെച്ച് മരിക്കാൻ അല്ലാഹു നിശ്ചയിച്ച ഒരുത്തിന് ആ നാട്ടിൽ അള്ളൊരു ആവശ്യം നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ചിലര് പറയുന്നതറിയോ, മരിക്കാനായിട്ട് പോയതുപോലുണ്ട്. ആ കുട്ടിന്റെ ഒരു കാര്യം വെച്ചിട്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി പോയത് എന്ന് പറയുന്നത്. അതൊരു അർത്ഥമല്ലാത്ത വർത്താനാണ്. ഖലാഖതിൽ വിശ്വാസമല്ലാത്ത വർത്താനാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് മറ്റൊരു വിഷയം. പ്രിയമുള്ളവരെ, മരിക്കാനായിട്ട് പോയതുപോലുണ്ടോ? അല്ല, വെറുതെ പൊരി കുത്തിരിക്കുന്ന ഒരുത്തന് വീടിന്റെ അപ്പുറത്തുനിന്ന് ഗേറ്റിന്റെ അപ്പുറത്ത് ഒരുത്തന്നെ ഓണടിച്ച് വിളിക്കുകയും അവന്റെ പുറകെ കയറുകയും ഏറെ താമസിക്കാതെ മരണ വാർത്ത വീട്ടിലേക്ക് വരികയും ചെയ്ത് ദിവസേന കേൾക്കുന്നവരാ നമ്മൾ. അപ്പോഴാണ് നമ്മൾ പറയാ, വല്ലാത്തൊരു സംഗതി, മരിക്കാൻ പോയതുപോലുണ്ട്. ഹജ്ജിന് വേണ്ടി പോയിട്ട് അവിടുന്ന് മരിച്ച ഹാജിമാരെ സ്വീകരിക്കാൻ വേണ്ടി, ജോലി സ്ഥലത്തുനിന്ന് ഹാജിമാരെ സ്വീകരിക്കാൻ വേണ്ടി മക്കയിലെത്തിയിട്ട് മാതാപിതാക്കളുടെ അടുത്ത് വെച്ചിട്ട് മരിച്ച ഒരുപാട് വാർത്തകൾ കേൾക്കുന്നിടത്ത് നമ്മളൊക്കെ പറയും, പാവം അത് മരിക്കാൻ വേണ്ടി എന്റെ മാന്യ ബാപ്പാന്റെ അടുത്ത് എത്തിയതാ. നമ്മൾ ചിലപ്പോ ആഗ്രഹിക്കും, ചിലപ്പോ പറയും, ചിലർ പറയും, ചില പാരമ്പര്യത്തെ വല്ലാതെ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ പറയും, ഞാന് മരിക്കാൻ ആഗ്രഹിക്കുന്ന എങ്ങനെ വെച്ചാൽ എന്റെ നാട്ടിൽ, എന്റെ മഹല്ലിൽ, എന്റെ ഉമ്മയുടെ ഖബറിന്റെ കാൽപാദത്തിന്റെ താഴെ ഓനെന്തോ അള്ളഹാനോടെന്തോ കരാർ ഇടിച്ച മാതിരിയാ ചിലപ്പോ വർത്താനം കേട്ടാ. നമ്മൾ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ നമ്മളങ്ങനെ പറയണം, അല്ലെ, എന്റെ ബാപ്പാന്റെ ഖബറിന്റെ താഴെ. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യർക്കും അങ്ങനെ പറഞ്ഞ് നമ്മൾ പുറത്തു പോകും, എനിക്കും നിങ്ങൾക്കും. അപ്പൊ നമ്മൾ ഉള്ളിൽ വരും, എനിക്കും നിങ്ങൾക്കും. ഈ മിമ്പറിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും താഴെ ഇരുന്ന് കേൾക്കുന്ന നിങ്ങൾക്കും മരണപ്പെടുന്ന സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, മരണപ്പെടുന്ന രൂപം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, മരണപ്പെടുന്ന സമയവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, സ്ഥലവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് നമ്മൾ അടുത്തു. അതാണ് അള്ളാഹ് പറഞ്ഞത്, എന്തറിയോ, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കാന്ന് ഒരാളും അറിയില്ല.
അള്ളാഹ്ക്ക് മാത്രമുള്ള ഖുസൂസിയത്തിൽ, അവന്റെ പരമാധികാരത്തിൽ, അവന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. വേറൊരാൾക്കും ഉള്ളത് കൊടുത്തിട്ടില്ല എന്നാണ്. ഒരു മലക്കിനോ നബിക്കോ ഇതറിയില്ല എന്നാണ്. മഫാത്തിഹുൽ ഗൈബിൽപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് മാത്രം ഖാസായ കാര്യമാണ്. പക്ഷെ അവിടെ ഒരു പോയിന്റ് എന്താണ്? നമ്മൾ പഠിക്കേണ്ട വിഷയം എന്താണ്? എവിടെ മരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാൽ നമ്മുടെ ധാരണ എന്തറിയോ? പ്രത്യേകിച്ചും യുവാക്കളുടെ ധാരണ എന്തറിയോ? നമ്മൾ യുവാക്കളാണ്, യുവതികളാണ്. ഇനി എത്ര സമയം കിടക്കുന്നു ജീവിതത്തിൽ? ദീർഘമായ സമയം. ആരോഗ്യമുണ്ട്, സമയമുണ്ട്, സമ്പത്തുണ്ട്, തന്റെ ഇടമുണ്ട്. പറയാതെ നമ്മൾ മനസ്സിൽ പറയും മരിക്കാൻ സമയമായിട്ടില്ല. ചിലപ്പോ തൊള്ളുകൊണ്ട് പറഞ്ഞോളുന്നില്ല, ചിലപ്പോ വായുകൊണ്ട് പറഞ്ഞോളൊന്നുമില്ല. പക്ഷെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ. എന്ത് ഈ ഹറാം ഇങ്ങനെ തോണ്ടി രാത്രി പാതിരാത്രി കാണുമ്പോഴും, അതിങ്ങനെ ചാനൽ മാറ്റി കാണുമ്പോഴും, ആ വൃത്തികേട് പറയുമ്പോഴും, വൃത്തികേട് ആസ്വദിക്കുമ്പോഴും ഇവളുടെ മനസ്സിലുള്ളത് ഇനി സമയമുണ്ടെന്നാണ്. സത്യത്തിൽ ഇനി സമയമുണ്ടെന്ന് പറയുമ്പോഴവരെ ആർക്കറിയാം? അള്ളാഹ്ക്ക് മാത്രമല്ല അറിയുള്ളൂ ഇനി സമയമുണ്ടെന്നുള്ളത്. ബാങ്ക് പള്ളി കൊടുത്ത് അപ്പൊ ഇങ്ങനെ വാച്ച് നോക്കി, അല്ലെങ്കിൽ മൊബൈൽ നോക്കി, ഇഖാമത്തിന്റെ സമയമാവട്ടെ, ഇഖാമത്തും കൊടുക്കാനായി. എന്നിട്ടും അള്ളാന്റെ പള്ളിയിൽ വരാതെ കച്ചവടത്തിൽ മുഴുകിയവന്റെ മനസ്സിലുള്ളത് എന്തറിയോ? ഇനി സമയമുണ്ടെന്നാണ്. ഏതാ സമയം എന്നറിയോ? മലക്കുൽ മൗത്ത് വരാനുള്ള സമയമുണ്ടെന്നായി പറയണത്. ഇനി സമയമുണ്ടെന്നാൽ എന്റെ ജീവിതത്തിൽ മലക്കുൽ മൗത്ത് വരാനുള്ള സമയമുണ്ടെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിന്റെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞൊരു വാക്ക് അറിയോ? വലോ യുആഖിദുല്ലാഹു النَّاسَ بِظُلْمِهِمْ مَا تَرَكَ عَلَيْهَا من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. അള്ളാഹു മനുഷ്യരെ അവരുടെ അക്രമം മൂലം ഉടനടി പിടികൂടിയിരുന്നെങ്കിൽ ഭൂമുഖത്ത് യാതൊരു ജന്തുവയും അള്ളാഹു വിട്ടേക്കുമായിരുന്നില്ല. എന്നാൽ ഒരു നിർണിതമായ അവധി വരെ അവൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവധി വന്നെത്തിയാലോ ഒരു നാഴിക നേരം പോലും അവർക്ക് വൈകിക്കാനാവൂല. അവർക്കത് നേരത്തെ ആക്കാനും കഴിയില്ല. അതാണ് പ്രിയമുള്ളവരെ മരണം. സകല സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണം. സകല സുഖങ്ങളെയും. ഈ ഫിക്ർ ചിന്ത ഇങ്ങനെ വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ചിന്ത? മരണം മരണമുണ്ട്, അതുകൊണ്ട് ഒരുങ്ങണം എന്നല്ല. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്തിറൂ, ബാക്കി നിങ്ങൾക്ക് കാണാപ്പെടായിരിക്കും. ഇമാം തിർമിദി 2307 നമ്പറായി ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സർവ്വ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്നതിനെ അഥവാ മരണത്തെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക. എന്തവിടെ പറഞ്ഞ വാക്കെന്തറിയോ? നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കട്ടോ. സുഖാസ്വാദനങ്ങളെ തകർത്ത് കളയുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, സുഖാസ്വാദനങ്ങൾ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലുള്ള വേർപിരിയലുണ്ടാക്കുന്ന മരണം, ഭാര്യയും ഭർത്താവിനുമിടയിൽ വേർപിരിയലുണ്ടാക്കുന്ന മരണം, വാപ്പക്കും മക്കൾക്കുമിടയിൽ വേർപിരിയലുണ്ടാക്കുന്ന മരണം, എല്ലാവിധ ആസ്വാദനങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന മരണം, ഭക്ഷണത്തിൽ നിന്ന്, വസ്ത്രത്തിൽ നിന്ന്, താമസത്തിൽ നിന്ന്, ജോലിയിൽ നിന്ന്, യാത്രയിൽ നിന്ന്, സർവസ്വത്തിൽ നിന്ന് മരണം നമ്മെ മാറ്റി നിർത്തുന്നു. ഇതിങ്ങനെ ഓർക്കണമെന്നാണ്. ഇപ്പൊ നമ്മൾ വൈകുന്നേരം വൈകുന്നേരമൊക്കെ മക്കളോടൊത്ത് കിട്ടുന്ന സമയമൊക്കെ അവരോടൊത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ വാരി കൊടുക്കും. എത്ര വലിയ കുട്ടിയാണെങ്കിലും വായിലേക്കൊക്കെ വെച്ചുകൊടുക്കും. ഈ ആസ്വാദനം ഉണ്ടല്ലോ, മനസ്സുഖം, ഇത് മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കണേന്നാണ്. എന്റെ കുഞ്ഞിനെയും എന്നെയും വേർപിരിക്കുന്ന മരണം, എന്റെ ഭാര്യയെയും എന്നെയും വേർപിരിക്കുന്ന മരണം, എന്റെ സുഹൃത്തിനെയും എന്നെയും വേർപിരിക്കുന്ന മരണം, അതിനെ നിങ്ങൾ ഓർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ അള്ളാഹു പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉ സുന്ന അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി ഫഖാൽ, എന്റെ ചുമല് ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് നബി പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ,
ഈ ഹദീസ് എല്ലാവർക്കും പരിചയമാണ്. നീ ദുനിയാവില് ഒരു അപരിചിതനെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. എവിടുന്നോ വന്ന ഒരാൾക്കൊരു നാട്ടില് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല, അയാളെ മറ്റുള്ളവർക്കും പരിചയം ഉണ്ടാവില്ല, അല്ലേ? പരിചയം ഉണ്ടാവില്ല. അപ്പൊ എന്നെ തന്നെ നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവില്ല. ഏതൊരു ഉസ്താദ്, അത്രയുള്ളൂ. ഇതുപോലെ ആകണം നമ്മുടെ ദുനിയാവില്. ഒരു പരിചയം ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? ലക്ഷ്യം വേറെയാണ്, പോകാനുള്ളത് മറ്റൊരിടത്തേക്കാണ്. അതാ നബി പറഞ്ഞത്, ഒരു മരത്തിന്റെ തണലിൽ ഇത്തിരി നേരം തണലേറ്റ് വിശ്രമിച്ചിട്ട് തന്റെ വഴിയാത്ര തുടർന്നവനെ പോലെയല്ലാതെ മാലി വലി ദുനിയ, ഈ ദുനിയാവുമായി എനിക്ക് എന്ത് ബന്ധമാണ് ഉമറേ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിക്കാൻ. ഞാൻ നല്ലൊരു മാർദ്ദവമേറിയ വിരിപ്പുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോ നബി പഠിപ്പിച്ചാൽ, ഈ ദുനിയാവായിട്ട് എനിക്ക് എന്ത് ബന്ധം? ഒരു യാത്രക്കാരൻ കുറച്ചേരം തണൽ കൊള്ളാൻ വേണ്ടി ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു, എന്നിട്ടോ തന്റെ യാത്ര തുടർന്നു. എന്നതുപോലെ അല്പസമയത്തെ ഈ മരത്തിന്റെ ചുവട്ടിലെ ഇത്തിരി നേരം, അതൊരു പക്ഷെ 40 വയസ്സാകാം, 30 വയസ്സാകാം, 20 ആകാം, 15 ആകാം, അല്ലെങ്കിലോ 50 60 ആകാം. അത്രയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുന്നൊരു വക്കാന ഇബ്നു ഉമർ യഖൂൽ, ഇബ്നു ഉമർ തന്നെ പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തൻതദിരി الصباح وإذا أصبحت فلا تنتظر المساء. നീ വൈകുന്നേരം ആയാൽ നേരം വെളുക്കുന്നതിനെ പ്രതീക്ഷിക്കണ്ട. നേരം വെളുത്താൽ, നേരം പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കേണ്ട. സത്യത്തില് ഈ തത്വത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ആ ജീവിതത്തിന് വലിയ അർത്ഥം ഉണ്ടാവും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിന്റെ ആരോഗ്യത്തിൽ നീ നിന്റെ രോഗത്തിന് വേണ്ടി സമ്പാദിക്കണം, അതുപോലെ നിന്റെ ജീവിതത്തിൽ നിന്റെ മരണത്തിന് വേണ്ടി സമ്പാദിക്കണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, സൂറത്തു മുൽക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, റബ്ബ് മരണത്തെയും ജീവിതത്തെയും ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. എന്ത്? ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരെന്നറിയാൻ. ഏതാ നന്നായി പ്രവർത്തിക്കണ? തഫ്സീർ കാണാം, അഖ്ലസുഹു വ അസ്വബുഹു എന്ന തഫ്സീർ. അഥവാ ഇഖ്ലാസോടെയും ഇത്തിബാഓടുകൂടിയും പ്രവർത്തിക്കുന്നത് ആരാണെന്നറിയാൻ അല്ലാഹു തആല മരണത്തെയും ജീവിതത്തെയും നിശ്ചയിച്ചിരിക്കുന്ന ശരിക്കും ലക്ഷ്യം മറന്ന ജീവിതം നമ്മുടേത്. ഇത് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 6416 നമ്പർ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് മരണത്തെ ഓർക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെ ഓർക്കുന്നവനാണ് ബുദ്ധിമാൻ. നമ്മളെ കൂട്ടത്തിൽ ബുദ്ധിജീവികളുണ്ടാവും. ചില ആൾക്കാരെ കുറിച്ച് പറയും, ഒറ്റത്തവണ കേട്ടാൽ മതിയാവും, അതുകൊണ്ട് ഹിഫ്ളാവും. മഹാന്മാരെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മുസ്ലിം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഹറാനി, അവിടുത്തെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം, അങ്ങനെ തുടങ്ങി മഹത്തുക്കളെ മുഴുവനും ഈ ആധുനിക കാലത്ത് ക്ഷമിക്കണം, ഒരല്പം മുമ്പ് മരണപ്പെട്ടുപോയ സൗദി അറേബ്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനിൽ ഒരാളായ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഫഖീഹായ മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉതൈമി റഹ്മത്തുള്ളാഹി അലൈഹി, അവരെ കുറിച്ചൊക്കെ കേൾക്കാം. ഭയങ്കര ഓർമ്മശക്തിയാണ്, മാഷാ അല്ലാഹ്. ഭയങ്കര മെമ്മറിയാണ്, പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മൾ ഇന്നത്തെ കാലത്തും പറയും, അവന് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി, നല്ല ബുദ്ധിയാണെന്ന്. എന്നാൽ സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധിമാനെ കുറിച്ച് പറഞ്ഞു. ആരാണ് ബുദ്ധിമാൻ? നബി പറഞ്ഞൊരു വാക്കുണ്ട്. നബിയോട് ചോദിക്കുകയാണ്, അൻസാറുകളിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ്, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, വിശ്വാസികളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അക്തറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്നവനാണ് ബുദ്ധിമാൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറാകുന്നവൻ. ഉലൈകൽ അഖിയാസ്, അവരാണ്, അക്കൂട്ടരാണ് ബുദ്ധിമാന്മാർ. 2 കൂട്ടരെ കുറിച്ച് പറയാം. ഒന്ന്, മരണത്തെ ഓർക്കുന്നവൻ, അവനാണ് ബുദ്ധിജീവി. 2, എപ്പോൾ മരിച്ചാലും ചെന്ന് ചേരാനുള്ളൊരു ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അധ്വാനിക്കുന്നവൻ, അവനാണ് ബുദ്ധിമാൻ. നമ്മൾ ഈ ബുദ്ധിമാന്മാരിൽ പെടുവല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ചെറിയൊരു ആശ്വാസവാക്ക് കൂടി ഇതിന്റെ കൂടെ പറയട്ടെ. പല മനുഷ്യരും ദുഃഖിതരാണ്, പ്രയാസപ്പെട്ടവരാണ്. ചിലരോ അമിതാഹ്ലാദത്തിന്റെ ലോകത്താണ്. നബി പറഞ്ഞതാണ്, ദുഃഖത്തിൽ ആണ്ടുപോകാതിരിക്കാനും സന്തോഷത്തിൽ മതിമറന്നു പോകാതിരിക്കാനും ഉപകാരപ്രദമായ ഒരു ചിന്തയാണ് മരണചിന്ത. അല്ലാഹു അക്ബർ കബീർ. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഒന്നിലും അമിത് ഉണ്ടാവില്ല, അധികം ഉണ്ടാവില്ല. ആ ഹദീസിന്റെ തുടക്കം നമുക്കറിയാം, അക്തിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തൽ മൗത്ത്. എന്നിട്ട് നബി പറയാണ്, ഫഇന്നഹു ലം യദ്കുറുഹു അഹദുൻ ഫീ ദീഖിൻ മിനൽ ഐശ് ഇല്ലാ വസഅഹു അലൈഹി വല ദകറഹു ഫീ സഅത്തിൻ ഇല്ലാ ളയ്യഖഹാ അലൈഹി.
എന്താണ് നബി പറഞ്ഞത്? ഒരടിമ ഏതൊരു ഞെരുക്കത്തിൽ, നിശ്ചയമായും ഒരടിമ ഏതൊരു ഞെരുക്കത്തിൽ, ഞെരുക്കമെന്ന് പറഞ്ഞാൽ അതിന്റെ ശറഹിൽ കാണാം, ദാരിദ്ര്യത്തിൽ മരണത്തെ ഓർത്താലും അതവന് വിശാലത നൽകും. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന ഒരു ഫക്കീർ, ഒരു മിസ്കീൻ, അവന് മരണത്തെക്കുറിച്ച് ഓർത്തല്ലേ അവന്റെ ദാരിദ്ര്യത്വം മറക്കുന്നത്. ഇനി അടുത്ത വരുന്നവരുകള്, ഏതൊരു വിശാലതയിൽ മരണത്തെ ഓർത്താലും അതവന് ഞെരുക്കമാക്കി കളയുന്ന, അതായത് ആഗ്രഹങ്ങളിലും തിന്മകളിലും മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് മരണചിന്ത അതിൽ നിന്നൊക്കെ തടയുന്ന വല്ലാത്തൊരു വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാത്തൊരു വാക്കാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, മരണത്തെ ധാരാളമായി ഓർക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസികളെ, ലോകരുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഭാവമുള്ള ആളായിരുന്നു. ഏത് സ്വഭാവം? അല്ലാഹുവിന്റെ റസൂൽ ധാരാളമായി മരണത്തെ ഓർക്കുക എന്ന ഉത്തമ ഗുണമുള്ള വ്യക്തിയായിരുന്നു. മഹാനായ സ്വഹാബി അബൂ ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന അവരുടെ സ്വഹീഹുകളിൽ മുത്തഫഖുൻ അലൈഹിയായി വന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻ, ഒന്നില്ലെങ്കിൽ വിശ്രമിച്ചവനാണ്, അല്ലെങ്കിൽ വിശ്രമം നൽകിയവനാണ്. അപ്പൊ അവർ ചോദിച്ചു, നബി അങ്ങനെ പറഞ്ഞാൽ എന്താ? മുസ്തരീഹുൻ വൽ മുസ്തറാഹു മിൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബ്ദുൽ മുഅ്മിനു യസ്തരീഹു മിൻ നസ്ബിദ് ദുനിയാ വ അദാഹാ ഇലാ റഹ്മത്തില്ലാഹ്. അല്ലാഹു അക്ബർ. വിശ്വാസിയായ അടിമ, ഒരു മുഅ്മിനായ അടിമ ഭൗതിക ജീവിതത്തിന്റെ കഷ്ടതകളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് വിശ്രമിക്കും. മരണം അനുഗ്രഹമാണ്. ഒരു മുഅ്മിനിന് മരണം അനുഗ്രഹമാണ്. എന്നാൽ വൽ അബ്ദുൽ ഫാജിർ, ഒരു തമ്മാടിയായ ആളാണെങ്കിലോ, യസ്തരീഹു മിൻഹുൽ ബിലാദ് മിൻഹുൽ ഇബാദ് വൽ ബിലാദ് വശജർ വദ്ദവാബ്. തമ്മാടിയായ അടിമ അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത്രക്കാരൻ തമ്മാടിയ അടിമയാണ്. അവനിൽ നിന്ന് മറ്റുള്ള ആളുകൾ, അടിയാറുകൾ, അതുപോലെ നാടുകൾ, വർഷങ്ങൾ, മരങ്ങൾ, അതുപോലെ മൃഗങ്ങൾ എല്ലാം വിശ്രമം നേടുന്നു. അതായത് ഒരു മുഅ്മിൻ മരിച്ചാൽ മുഅ്മിനിന് മരണം രക്ഷയാണ്. എന്നാൽ ഒരു ഫാസിഖ് മരിച്ചാൽ ഫാസിഖിൽ നിന്ന് ജനങ്ങൾക്കും മൃഗങ്ങൾക്കും മരങ്ങൾക്കും നാടുകൾക്കും രക്ഷയാണ്. അല്ലാഹു അക്ബർ കബീറ. നമ്മൾ ഏതിലാണ് പെടേണ്ടത്? അല്ലാഹുവോട് നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കണം, ജീവിക്കുകയും വേണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണത്തെ ഓർത്താൽ എന്താണ് ഗുണം എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മരണത്തെ ഓർത്താൽ എന്താണ് ഗുണം? പണ്ഡിതന്മാർ നിരവധി കാര്യങ്ങൾ ഹദീസിനെ അടിസ്ഥാനമാക്കിയിട്ടു വിശദീകരിച്ചു. മാത്രം മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ കണ്ണിനെ നനയിപ്പിക്കുന്നു. കാരണം അറിയോ, ബാപ്പ ഖബറിലാണ്, ഉമ്മ ഖബറിലാണ്. ബാപ്പ ഖബറിലാണ്, ഉമ്മ ഖബറിലാണ്. ഏതു നിമിഷവും ഖബർ എന്ന ലോകത്തേക്ക് കടന്നു പോകേണ്ടവരാണ്. അതുപോലെ ഹൃദയത്തെ ലോലമാക്കും. മരണചിന്ത കൊണ്ട് ഹൃദയത്തിന് മൃദുലതയുണ്ടാകും, ജീവിതത്തിന് അർത്ഥം ഉണ്ടാകും, ദുനിയാവിനോട് വിരക്തി ഉണ്ടാകും. ദുനിയാവിനോട് എത്ര ഉണ്ടാക്കിയാലും അവസാനം 3 കഷ്ണം തുണിയല്ലേ എന്നാണ്. ചിലർക്കതും കിട്ടൂല, ചിലർക്കതും കിട്ടൂല. 3 കഷ്ണം തുണി എത്ര ഉണ്ടാക്കിയാലും. ഇനിയോ ആഖിറത്തിലെ ജീവിതത്തിന് താല്പര്യം കൂടുന്ന, തിന്മകൾ അവസാനിപ്പിക്കാൻ അത് കാരണമാകും. മാത്രമല്ല നന്മകൾക്ക് താല്പര്യമുണ്ടാകും. അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പേ നമ്മൾ ഒരുങ്ങണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നിൽ ഒരു മരക്കൊള്ളി ഇങ്ങനെ നാട്ടിവെച്ചു. മറ്റൊന്ന് അതിൽ നിന്ന് ഒരൽപ്പം വിശാലമായി കുറച്ചപ്പുറത്തേക്കും പാർശ്വത്തിൽ നിന്ന് മറ്റൊന്നും വിദൂരമായി മറ്റൊന്നും, അങ്ങനെ 3 കൊള്ളി നബി ഇങ്ങനെ നാട്ടിവെച്ചു. എന്നിട്ട് നബി ചോദിച്ചു, ഹൽ തദ്റൂന മാ ഹാദാ, ഇതെന്താ നിങ്ങൾക്കറിയോ? അപ്പൊ അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹു റസൂലിനെ അറിയണം. അപ്പൊ നബി ഓരോന്ന് വിശദീകരിക്കാൻ, ഹാദൽ ഇൻസാൻ വഹാദാ അജലുഹു അറാഹു ഖാൽ. നബി പറഞ്ഞു, ഇത് മനുഷ്യനാണ്, ഇത് അവന്റെ അവധിയാണ്, മരണമാണ്, ഞാനതിനെ കാണുന്നു.
രണ്ടാമത്തൊരു കൊള്ളി വെച്ചിട്ട് നബി പറയുന്നത് പ്രതീക്ഷയാണ്. മനുഷ്യൻ ഇങ്ങനെ പ്രതീക്ഷയിൽ മുഴുകിക്കഴിയും. പ്രതീക്ഷ അനിവാര്യമാണ്, പ്രതീക്ഷ വിശ്വാസികളുടെ ഗുണമാണ്. പക്ഷേ ഭൗതിക പ്രതീക്ഷയിൽ അതങ്ങനെ മുഴുകിക്കഴിയും. രണ്ടാമത്തൊന്ന് വൽ അജലു യഹ്തലിജുഹു ദൂന ദാലിക, എന്നാൽ ആ പ്രതീക്ഷ പുലരും മുമ്പ് അവനിലേക്ക് മരണം വന്നു ചേരും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീടിന്റെ പുറകെ, കൃഷിയുടെ പുറകെ, കച്ചവടത്തിന്റെ പുറകെ, ദുനിയാവിന്റെ പുറകെ, ഇതിനകത്ത് ഹലാലും തൊയ്യിബുമായതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. എല്ലാം അനുവദിക്കപ്പെട്ടതാണ്. വീട് വേണ്ടേ വേണം, കച്ചവടം വേണ്ടേ വേണം, കൃഷി വേണ്ടേ വേണം, എല്ലാം വേണം. പ്രിയമുള്ളവരെ, ആഖിറം നേടാൻ അല്ലാഹു തന്നത് ഈ ദുനിയാവാണ്. ഈ ദുനിയാവ് നേടാനും അല്ലാഹു തന്നത് ഈ ദുനിയാവാണ്. ഒറ്റ വാക്ക് പറഞ്ഞാല് ഈ ദുനിയാവ് കൊണ്ട് വേണം ദുനിയാവ് നേടാൻ, ഈ ദുനിയാവ് കൊണ്ട് വേണം ആഖിറം നേടാൻ. ആകെ കിട്ടണത് ഈ കുറഞ്ഞ ആയുസ്. ഈ കുറഞ്ഞ ആയുസ് കൊണ്ട് 2 ലോകം നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ലോകം നേടുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ വിഷമതകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോക സമൂഹങ്ങളിൽ, ലോക സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ കാണുന്ന, കേൾക്കുന്ന വാർത്തകളിൽ പലതും പ്രയാസപ്പെടുന്നതാണ്. അല്ലാഹു ഉമ്മത്ത് മുസ്ലിമക്ക് സമാധാനം ചെയ്യുമാറാവട്ടെ. ഫലസ്തീൻ അതിന്നും ഒരു വേദനയാണ്. അല്ലാഹു അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. മസ്ജിദുൽ അഖ്സയെ അല്ലാഹു തആല അവരിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കൈകളിലേക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. റാഫിദുകളിൽ നിന്നും ശിയഈകളിൽ നിന്നും അല്ലാഹു തആല ആ മണ്ണിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഹ്ലുസ് സുന്നത്തിന്റെ കൈകളിലേക്ക് അല്ലാഹു മണ്ണിനെ നൽകുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീനെ മോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീനെ ഒരു സ്വതന്ത്ര ഇസ്ലാമിക രാജ്യമായി അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന്, പലായനങ്ങളിൽ നിന്ന് അല്ലാഹു ഈ രാജ്യത്ത് നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദീന് പഠിച്ചും പകർത്തിയും പ്രബോധനം ചെയ്തും ശിഷ്ടകാലം ഈ മണ്ണിൽ സമാധാനത്തോടെ കഴിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.